ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് 51 ശ്ലോകം മുതൽ നോക്കാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് നോക്കാം. ജ്ഞാനേപി സതി പശ്യൈതാൻ പതംഗാംശ്ചാവചഞ്ജുഷു കണമോക്ഷാദൃതാൻ മോഹാത് പീഡ്യമാനാനഭിക്ഷുധ ജ്ഞാനേ സതി അപി. തങ്ങൾ ഭക്ഷിച്ചാലേ വിശപ്പു തീരൂ എന്നറിവുള്ളവയും, അതാണ് ജ്ഞാനമുള്ളവരും, ക്ഷുധ വിശപ്പ് കൊണ്ട്, പീഡ്യമാനാൻ അപി പീഡിപ്പിക്കപ്പെടുന്നവരും, മോഹാത് മമത നിമിത്തം മോഹനിമിത്തം, ഛാവ ചഞ്ജുഷു തങ്ങളുടെ ചെറുപക്ഷികളുടെ ചുണ്ടിൽ എന്ന് പറഞ്ഞാൽ അമ്മമാർ കുഞ്ഞു പക്ഷികൾക്ക് ചുണ്ടുകളിൽ കണമോക്ഷാദൃതാൻ ആഹാരാംശങ്ങളെ നിക്ഷേപിക്കുന്നതിന് ആദരവോടുകൂടിയവയുമായ ഏതാൻ പതങ്കാൻ പശ്യ, ഏതാൻ ഈ ഏതഹ എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ഏതാൻ, ഈ പക്ഷികളെ, പതങ്കം പക്ഷി പതങ്കാനും അതുപോലെ ബഹുവചനമാണ്, പശ്യ നോക്കുക എന്ന് പറയുകയാണ്. അതായത് സ്വയം വിശന്നിരുന്നിട്ടും അവർ വിശപ്പുകൊണ്ട് പീഡിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ സ്വയം വിശന്നിരുന്നിട്ടും അമ്മ പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചുണ്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് ഭക്ഷണാംശങ്ങൾ വളരെ ആദരവോടുകൂടി, അവർ വളരെ ആദരവ് അർഹിക്കുന്നതാണെന്നും പറയാം. അങ്ങനെ സ്വയം വിശന്നിരുന്ന അത്ര മാതൃസ്നേഹത്തിൻ്റെ മഹത്വം നോക്കുകയാണ് ഇവിടെ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനുഷ്യരും പക്ഷികളും തമ്മിലുള്ള അതായത് ഡിഫറൻസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് നോക്കാനായിട്ട് പറയുകയാണ്. അവരെ നോക്കൂ, ആ പക്ഷികളെ നോക്കൂ. 52 ശ്ലോകത്തിലേക്ക് വരാം. മാനുഷാമനുജവ്യാഘ്ര സാഭിലാഷസുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നന്വേദാൻ കിം ന പശ്യസി. മനുജവ്യാഘ്ര, ഇവിടെ മനുഷ്യശ്രേഷ്ഠനാണ്, മനുഷ്യക്കടുവയല്ല. വ്യാഘ്രം കടുവ എന്ന് മീനിങ് ഉണ്ട്. ഇവിടെ മനുഷ്യശ്രേഷ്ഠ എന്ന് വിളിച്ചിരിക്കുകയാണ്. മാനുഷ സുതാൻ പ്രതി, മനുഷ്യർ, സുതാൻ മക്കൾ, പുത്രന്മാരെ, പ്രതി അവരെക്കുറിച്ച്, പ്രത്യുപകാരായ ലോഭാത് പ്രത്യുപകാരത്തിലുള്ള ആഗ്രഹം നിമിത്തം, ആ ലോഭം നിമിത്തം, സാഭിലാഷ ആശാബന്ധത്തോടു കൂടിയവരാകുന്നു. നനു ഏതാൻ എന്നാൽ ഈ പക്ഷികളെ, കിംന പശ്യസി എന്തുകൊണ്ട് ഭവാൻ കാണുന്നില്ല. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു, ഈ പക്ഷികളെ നോക്കൂ അവരെന്താ ചെയ്യുന്നതെന്ന്. ഇവിടെ പക്ഷികളെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആശാപാശത്തോടു കൂടിയവരാകുന്നു. നമുക്കറിയാം, നമ്മൾ എല്ലാ പക്ഷികളെ നിരീക്ഷിച്ചില്ലെങ്കിലും കോഴികളെ വളർത്തുന്നവരും എപ്പോഴും ശ്രദ്ധിച്ചു കാണും. അവർ ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ ചിറകിനടിയിൽ വെച്ച് കൊണ്ട് നടന്നിട്ട് നമ്മൾ പറയും കൊത്തിപ്പിരിഞ്ഞു പോകാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നാലും അവരെ കൊത്തി ഓടിക്കും, കൊടുക്കത്തില്ല. ആ കുഞ്ഞായിരിക്കുമ്പോൾ എടുത്തിട്ട് കൊക്കിലെടുത്ത് ആ ഭക്ഷണം, ഞാഞ്ഞൂല അതുപോലെയുള്ള ചെറിയ എന്ത് കിട്ടിയാലും അതിനെ എടുത്തിട്ട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ച് അവർക്ക് വായിലിട്ട് കൊത്തി കൊത്തി കൊടുക്കും, അമ്മമാർ കഴിക്കാതെ. അതാണ് ഇവിടെ ആശാപാശത്തോടു കൂടിയവരാണ് മനുഷ്യരങ്ങനെയല്ല. എത്ര പ്രായമായാലും സ്വന്തം മക്കളെ അടുത്ത് ചേർത്ത് നിർത്തി മമതയോടുകൂടി കൊണ്ട് നടക്കുക. അതാണ് ആശാബന്ധത്തോടു കൂടിയവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യുപകാരായ ലോഭാത് പ്രത്യുപകാരത്തിലുള്ള ആഗ്രഹം നിമിത്തം. കാരണം നമുക്ക് പ്രായമാവുമ്പോൾ നമ്മളെ അവർ സംരക്ഷിക്കും എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതാണ് പ്രത്യുപകാരായ ലോഭാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 53 തഥാപി മമതാവർത്തേ മോഹഗർത്തേ നിപാതിതാഃ മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ. തഥാപി അപ്രകാരമാണെങ്കിലും മഹാമായ പ്രഭാവേണ, ഈ മഹാമായയുടെ പ്രഭാവത്താൽ, അവരുടെ സാമർഥ്യം കൊണ്ട്, മമതാവർത്തേ നമ്മൾ മമതയിൽ വർത്തിക്കുന്നു. മമത എന്ന ചുഴിയിൽ, മോഹകർത്തേ മോഹമാകുന്ന കുണ്ടിൽ, ചുഴിയിൽ, അതായത് ചുഴി എന്ന് പറഞ്ഞാൽ ഈ വേൾപ്പുൾ ഇങ്ങനെ വട്ടം ചുറ്റി ചുറ്റി താഴോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് മമതയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മമതയെ ചുഴിയോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ ആ ചുഴി എങ്ങോട്ടാണ്, വലിയൊരു കുഴിയിലേക്കാണ് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ആ കുഴിയാണ് മോഹം. എന്താ മോഹം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാവണമെന്നില്ല, നമ്മളെ ആകർഷിക്കുന്ന ഒരു വസ്തുവാണ്. നിപാതിതാഹ നിശേഷം പതിപ്പിക്കപ്പെട്ടവരായിട്ട് ഈ മമത എന്ന ചുഴിയോടുകൂടിയ വലിയ കുണ്ടിലേക്ക്, മോഹമാകുന്ന കുണ്ടിലേക്ക് നമ്മളെ പതിപ്പിച്ചിട്ട്, അത് ആരാണ്? മഹാമായയുടെ സാമർഥ്യം കൊണ്ട്, ആ മഹാമായയുടെ പ്രഭാവത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. സംസാര സ്ഥിതികാരിണ,
സംസാരസ്ഥിതിയെ ചെയ്യുന്നവരായി തന്നെ ഇരിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ മീനിങ് എടുക്കാം. നമ്മൾ ലോകത്തിൽ നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ അവസ്ഥയെ നമ്മൾ ഫോളോ ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് സംസാരസ്ഥിതിയെ, ദേവി സംസാരത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ആ സ്ഥിതി എടുക്കാം. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ. അങ്ങനെ മഹാമായാദേവി ഈ ലോകത്തെ അങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് വേണമെങ്കിലും എടുക്കാം. അടുത്തത് 54-ാമത്തെ ശ്ലോകം. തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്രാ ജഗത്പദേ മഹാമായ ഹരേശ്ചൈതത്തയാ സമ്മോഹ്യതേ ജഗത്. മഹാമായ ഹരേശ്ചൈതത്തയാ സമ്മോഹ്യതേ ജഗത്. സമ്മോഹ്യതേ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം മോഹിപ്പിക്കപ്പെടുന്നു നമ്മൾ. തയാ ഏതത് ജഗത്, ആ മഹാമായാൽ ഈ ജഗത്ത് മുഴുവനും, ഈ ലോകം മുഴുവനും. യോഗനിദ്ര ഇവിടെ യോഗനിദ്രയാകുന്ന ആ മായാദേവിയാണ്, മഹാമായാദേവിയാണ്. ജഗത്പദേ ഹരേ, ശ്രീ ലോകനാഥനായ വിഷ്ണുവിൻ്റെ യോഗനിദ്ര മഹാമായാദേവിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നിമിത്തം അത്ര വിസ്മയ എന്ന കാര്യം, ഈ മോഹത്തിൽ വിസ്മയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിലൊരാശ്ചര്യവും വേണ്ട. മഹാവിഷ്ണുവിൻ്റെ ഈ ഉറക്കം, അതായത് വേറൊന്നും ചെയ്യാനില്ല, സ്ഥിതിയാണ് മഹാവിഷ്ണുവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ. സർവത്ര പ്രളയം വന്ന് മുങ്ങിപ്പോയി. അവിടെ ശേഷനാഗം ഇങ്ങനെ ആ വെള്ളത്തിലും പൊങ്ങിക്കിടക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ വിഷ്ണുവിനെ മാത്രമേ കാണാനുള്ളൂ, അവിടെ വേറൊന്നുമില്ല. അതിൽ വിസ്മയിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ മഹാമായ എന്ന് പറയുന്നത് ഗ്രസിച്ച് മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്ര ഉറക്കത്തിലാണ്ടിരിക്കുകയാണ്. ജഗത്ത് മുഴുവനും മോഹിപ്പിക്കപ്പെടുകയാണ് ഈ മഹാമായാൽ. അതുകൊണ്ട് ഭഗവാന്റെ ഈ മോഹത്തിൽ നമ്മൾ വിസ്മയിക്കേണ്ട ആവശ്യമേ ഇല്ല, ഇത് സർവ്വസാധാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് 55-ാമത്തെ ശ്ലോകം. ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതി ഹി സ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. സ, ആ പ്രസിദ്ധയായിരിക്കുന്ന ദേവി മഹാമായാദേവി, ജ്ഞാനിനാം അപി, വിശേഷജ്ഞാനത്തോടു കൂടിയവരുടെയും, ചേതാംസി, അന്ധകരണങ്ങളെ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബലാദാകൃഷ്യ, സ്വസാമർഥ്യം കൊണ്ട് പിടിച്ചു വലിച്ച് ബലമായിട്ട് ആകർഷിച്ച്, മോഹായ പ്രയച്ഛതി, മോഹത്തിനായി അർപ്പിക്കുന്നു. അപ്പോൾ എത്ര കൺട്രോളുള്ളവരെയും മനോനിയന്ത്രണം ഉള്ളവരെയും ഈ മഹാമായാദേവി ബലാത്കാരമായി ആകർഷിച്ച് ഈ മോഹത്തിന് അടിമയാക്കുന്നു എന്ന് അർത്ഥമാണ്. അടുത്തത് 56-ാമത്തെ ശ്ലോകം. തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സചരാചരം സൈഷാ പ്രസന്ന വരദ നൃണാം ഭവതി മുക്തയേ. തയാ, ആ ദേവിയാൽ, വിശ്വം സചരാചരം, സമസ്തമായ, അതുപോലെ ആ ലോകത്തിലുള്ള സർവചരാചരങ്ങളും, വിശ്വവും ആ വിശ്വത്തിലുള്ള സകല ചരാചരങ്ങളും, ത്രൈലോക്യം, 3 ലോകവും, വിസൃജ്യതയെ, വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നു. നമുക്കറിയാം സർവ്വചരാചരങ്ങളുണ്ട്, ചെറുത് വലുത്, ചിലത് വളരെ വലുത്, അങ്ങനെ എല്ലാം പ്രത്യേകതയോട് കൂടിയതാണ്, ഒന്നും ഒരുപോലെയല്ല. അങ്ങനെ അതാണ് വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നു. സ ഏഷ, അവൾ, ആ ബന്ധകാരണ, ഇങ്ങനെ ആശാപാശ ബന്ധങ്ങൾക്കും മോഹങ്ങൾക്കും ഒക്കെ കാരണഭൂതയാണെങ്കിലും ഈ ദേവി പ്രസന്നയായാൽ നൃണാം മുക്തയെ, മനുഷ്യർക്ക് മോക്ഷത്തിനായിട്ട് വരദാ ഭവതി, വരം കൊടുക്കുന്നവളായി ഭവിക്കുന്നു. നമ്മളെ മോഹത്തിന് അടിമയാക്കുന്നതും മോഹമാകുന്ന ആ ഗർത്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ആ മനുഷ്യർക്ക് പിന്നീട് മോക്ഷം കൊടുക്കുന്നതും ഈ ദേവി തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും മതി. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ജഗദീശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ